നിങ്ങൾ പല വീഡിയോസിലും സ്റ്റോപ്പ് മോഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. സ്റ്റോപ്പ് മോഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെക്കായിട്ടൊക്കെ പോകുന്ന ടൈപ്പ് വീഡിയോസ്, ഫോട്ടോസ് ആയിരിക്കും. അത് ഒരു വീഡിയോ പോലെ നമുക്ക് തോന്നിക്കുന്നതാണ് സ്റ്റോപ്പ് മോഷൻ വീഡിയോസ്. വളരെ കാണാൻ രസമുള്ള ഒരു വീഡിയോസാണ് ഈ സ്റ്റോപ്പ് മോഷൻ വീഡിയോസ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ഫോണിൽ തന്നെ സ്റ്റോപ്പ് മോഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സ്റ്റോപ്പ് മോഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആ ഒരു ക്യാമറ അത് സ്റ്റഡി ആയിട്ട് നിൽക്കണം, ഒരേ പൊസിഷനിൽ തന്നെ കുറേ നേരം നിൽക്കണം. അപ്പം നിങ്ങൾ ഒരു ട്രൈപോഡ് എടുക്കുക, എന്നിട്ട് ആ ഒരു ക്യാമറ ട്രൈപോഡിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഒരു ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രൈപോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് ക്യാമറ സ്റ്റഡി ആയിട്ട് വെക്കുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഏതിൻ്റെ സ്റ്റോപ്പ് മോഷൻ വീഡിയോ ആണ് വേണ്ടത് ആ ഒരു സബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറേ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യണം. ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പം ആദ്യം ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഇപ്പം സ്റ്റാർട്ടിങ് പൊസിഷൻ ഇതാണ്. ഇപ്പം ഇവിടുന്ന് ഒരു ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം കുറച്ചൊന്ന് നീക്കി വെക്കുക, എന്നിട്ട് വീണ്ടും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കുറച്ചായിട്ട് നീക്കിയിട്ട് കുറേ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. gifshop എന്നാണ് ആപ്പിൻ്റെ പേര്. ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ചില പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഫ്രീ വെർഷൻ ആയതുകൊണ്ടാണ് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പരസ്യം ക്ലോസ് ചെയ്യുക. പരസ്യം ക്ലോസ് ചെയ്താൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ പിക്ചർ ടു GIF എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ ഞാൻ നേരത്തെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുക. ടോട്ടലായിട്ട് 8 ഫോട്ടോസ് ഉണ്ട്. ആ 8 ഫോട്ടോസും ഞാൻ ഇതിലോട്ട് സെലക്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഞാൻ ഈ 8 ഫോട്ടോസും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ പ്ലേ ചെയ്ത് നോക്കിയാൽ തന്നെ ആ ഒരു സ്റ്റോപ്പ് മോഷൻ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് മോഷൻ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. സ്പീഡ് വളരെ കൂട്ടണമെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കുറച്ചും കൂടി കുറച്ചാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്പീഡിലാണോ വേണ്ടത് അതിവിടെ സെറ്റ് ചെയ്യുക. 1 FPS മുതൽ 60 FPS വരെ ഉണ്ട്. അതായത് 1 FPS എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 1 ഫ്രെയിം മാത്രമായിരിക്കും കാണിക്കുക. അതല്ല 60 FPS ആണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡിൽ 60 ഫ്രെയിം കാണിക്കും. അപ്പോൾ 60 FPS ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സെക്കൻഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ 60 ഫോട്ടോസ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ട്രിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ട്രിം ചെയ്തൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഈ ഫോട്ടോസിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഒരു സുഖമില്ലാന്ന് തോന്നിയാൽ അത് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ എഡിറ്റിംഗ് ആണ്. അതായത് ഇപ്പം ബ്രൈറ്റ്നസ് കൂട്ടാം, സാച്ചുറേഷൻ കൂട്ടാം, ഇങ്ങനെയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ആ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് റൊട്ടേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ഒഴിവാക്കാവുന്നതാണ്. അവിടെ ക്രോപ്പ് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ റിവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിവേഴ്സ് കൊടുത്താൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാവും വീഡിയോ പ്ലേ ചെയ്യുക. ഇപ്പം വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നത് ഇവിടുന്ന് ഈ ഭാഗത്തോട്ടാണ്. അത് കഴിഞ്ഞാൽ ബൂമറാങ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ, ആദ്യം ഫ്രണ്ടിൽ നിന്ന് എൻഡിലോട്ട് പ്ലേ ആവും. അത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആയിട്ടും വരും. ഇപ്പം ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് പോയി, അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും വന്നു. അതുപോലെ തന്നെ എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഫക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഫ്രെയിം എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എറേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ മീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മുകളിലും താഴെയൊക്കെ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. പിന്നെ എഴുതാൻ ഈ മീം എന്നുള്ള ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്, നമുക്ക് എഴുതാൻ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും നീക്കാവുന്നതാണ്. പിന്നെ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതായത് സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജിഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലുമൊക്കെ GIF നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ആദ്യം കളർ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ പെൻസിലൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ വരയ്ക്കാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സ്റ്റോപ്പ് മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്.
അത് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ചോദിക്കും GIF ആയിട്ട് സേവ് ചെയ്യണോ അല്ലെങ്കിൽ MP4 ആയിട്ട് സേവ് ചെയ്യണോ എന്നുള്ളത്. ഇപ്പം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ MP4 ആയിട്ട് സേവ് ചെയ്യുക. ഹൈ ക്വാളിറ്റി തന്നെ കൊടുക്കുക. അപ്പോൾ GIF ഒക്കെ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെ കൊടുക്കുക. MP4 ആണെന്നുണ്ടെങ്കിൽ മാക്സിമം റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ അത് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗാലറിയിൽ പോയി നോക്കിയാൽ നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു വീഡിയോ ഇവിടെ ഗാലറിയിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.